നമസ്കാരം. അമ്പലപ്പുഴയിലെ +1 വിദ്യാർത്ഥി മരിച്ചത് പേവിഷബാധയെ തുടർന്നെന്ന് സ്ഥിരീകരണം. തകഴി കരുമാടി കിഴക്കേമുറി പുഷ്പമംഗലം വീട്ടിൽ ശരത് കുമാറിന്റെ മകനായ 17 വയസ്സുള്ള സൂരജാണ് മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത്. ഉമിനീരും രക്തവും പരിശോധനയ്ക്ക് അയച്ചതോടെയാണ് മരണകാരണം പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 കോമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു സൂരജ്. ബന്ധുവീട്ടിലെ വളർത്തുനായയിൽ നിന്നാണ് പേവിഷബാധ ഏറ്റതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 20-ന് നായയുമായി ഇടപഴകുന്നതിനിടയിൽ സൂരജിന്റെ കഴുത്തിൽ പോറലേറ്റിരുന്നു. എന്നിട്ടും സൂരജ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല. ചൊവ്വാഴ്ചയാണ് സൂരജിന് അസ്വസ്ഥത ആരംഭിച്ചത്. ജിമ്മിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷം നടുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് തകഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച മുതലാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതോടെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിലെത്തിച്ച കുട്ടിയെ പരിശോധനയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പേവിഷബാധയാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ. പേവിഷബാധയ്ക്ക് കാരണമായെന്ന് കരുതുന്ന വളർത്തുനായ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തതാണ്. നായ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സൂരജിന് വളർത്തുനായിൽ നിന്നല്ല പേവിഷബാധ ഏറ്റതെന്നാണ് ബന്ധുക്കളുടെ വാദം. പിതാവ് ശരത് കുമാർ ഉൾപ്പെടെ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. മൃഗസ്നേഹിയായിരുന്നു സൂരജ്. അതുകൊണ്ട് തന്നെ മറ്റു നായകൾ, പൂച്ചകൾ എന്നിവയുമായും സമ്പർക്കമുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. ഗീത, ശരത് കുമാർ ദമ്പതികളുടെ മകനാണ് സൂരജ്. തകഴി ക്ഷേത്രത്തിന് സമീപത്തെ ഗീത കഫേ ഉടമയാണ് സൂരജിന്റെ പിതാവ്. ഒരു സഹോദരനാണ് സൂരജിനുള്ളത്. മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു.